യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ദൈവത്തിൻ്റെ സമൃദ്ധമായ അനുഗ്രഹങ്ങൾ ഇന്നുണ്ടാകുവാൻ വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളുടെ മക്കളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാനും ആ ദൈവകരുണയാൽ ദൈവം തരുന്നതെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കുവാനും നമ്മളെ ഇന്ന് ഒരുക്കി നിർത്തിയിരിക്കുന്നതിന് സർവശക്തനായ ദൈവത്തിന് നൂറായിരം നന്ദികൾ പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 127 സങ്കീർത്തനം 3-4 തിരുവചനം. കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ്. എൻ്റെ മക്കൾ എൻ്റെ മക്കൾ എന്ന് നമ്മൾ പറയുന്ന സമയം നമ്മൾ വ്യക്തതയോടെ ഓർക്കേണ്ട ഒരു കാര്യമാണ്, ദൈവം നമുക്ക് ദാനമായി തന്നതാണ് മക്കളെ എന്ന്. തലമുറകളെ ദൈവമാണ് തരുന്നത്, അതൊരു ദാനം മാത്രമാണ്. ദൈവം ദാനമായി തന്നിരിക്കുന്ന മക്കളെ പരിപാലിക്കാനുള്ള ഉത്തരവാദിത്വമാണ് നമുക്കുള്ളത്, മാതാപിതാക്കൾക്കുള്ളത്. ആ മക്കളെ പൂർണ്ണമായിട്ട് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടതെല്ലാം ദൈവം നൽകുന്നത് കാണുവാൻ സാധിക്കും. വചനം വീണ്ടും പറയാണ്, യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്ന ഒരു പടയാളിയുടെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ്. എന്താണോ ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്ക് അവരെ എത്തിക്കുക തന്നെ ചെയ്യും. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ആ പദ്ധതിയിലേക്ക് അവർ നടക്കുക തന്നെ ചെയ്യും. ആകുലതകളും ഭയവും എല്ലാം മാറ്റി നിർത്തിയിട്ട് പൂർണ്ണമായി വിശ്വാസത്തോടെ മക്കളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ ആ ദൈവത്തിന് മക്കളെക്കുറിച്ചുള്ള പദ്ധതി, മക്കളെക്കുറിച്ചുള്ള ലക്ഷ്യത്തിലേക്ക് അവരെ എത്തിക്കുവാൻ സാധിക്കും. നമ്മുടേതെന്ന് പറഞ്ഞ് പിടിച്ചു വയ്ക്കുന്ന സമയം ദൈവത്തിന് ദൈവിക പദ്ധതി നിറവേറ്റുവാൻ സാധിക്കുകയില്ല. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും ഇന്നും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ നിമിഷം ദൈവസന്നിധിയിൽ ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കാം. അവരെയും ദൈവം തൻ്റേതാക്കി മാറ്റുവാൻ ദർശനങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും അവരുടെ മേൽ കർത്താവ് ഇടപെടട്ടെ. ലോകസമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ, രാഷ്ട്രത്തലവന്മാരെ കർത്താവ് അനുഗ്രഹിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ സമാധാനപ്രിയനായ യേശു ക്രിസ്തുവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് ഞാൻ പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.